നമുക്കിത് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇത് കണ്ട, ഇതാണ് നമ്മുടെ മുതല്. സംഭവം നല്ല അടിപൊളി സാധനമാണ്, നല്ല ജിമട്ട് സാധനമാണ്. അപ്പോൾ ഇവരെ നമ്മൾ നന്നായിട്ട് അങ്ങനെ ഒരു പെരളനായിട്ട് എടുക്കാൻ പോണെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഞണ്ട് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഞണ്ടിന് ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞണ്ടിൻ്റെ പരിപാടി തീരും. അപ്പോൾ നമുക്കത് ഫ്രീസറിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. നമ്മൾ ഞണ്ടിനെ ഫ്രീസറിൽ വെച്ച് നൈസായിട്ട് കൊന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊരു സ്ക്രബ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇത് കായൽ ഞണ്ടാണ്. അപ്പോൾ ഈ കായൽ ഞണ്ടിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇവിടെയൊക്കെ ഈ സൈഡൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കാലിൻ്റെ സൈഡ് ഇവിടെയൊക്കെ ഈ ചേണി എന്ന് പറഞ്ഞൊരു സാധനം പിടിച്ചിട്ടുണ്ടാകും. ഈ സംഭവം നമ്മളൊരു സ്ക്രബ് എടുക്കുക, ശരിക്കും അങ്ങോട്ട് ക്ലീൻ ചെയ്യുക. അതുമാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രശ്നം. ശരിക്കും നന്നായിട്ട് ഉരച്ച് നന്നായിട്ട് ഇവരങ്ങോട്ട് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് എടുക്കണം. ഉരച്ച് കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയാകുന്നത് കണ്ട. ഈ ഷെല്ല് നമ്മൾ പൊളിച്ച് കളയാനുള്ളതാണ്. പക്ഷെ എങ്കിലും ഇത്തരം ഏരിയയൊക്കെ നമ്മൾ കറിയിലേക്ക് ഇടുന്നതാണ്. കായൽഞ്ഞണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഷെല്ലൊക്കെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരെണ്ണം നമ്മൾ നല്ല മിടുക്കനാക്കി എടുത്തിട്ടുണ്ട്. നോക്കിയേ, എല്ലാ അഴുക്കും പോയിട്ടുണ്ട്. ഇതിനോട് ഇരിക്കട്ടെ, അത് നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ അടുത്തതിനെ നമുക്ക് എടുക്കാം. എല്ലാം നല്ല ഒന്നൊന്നര സാധനം ഉണ്ടാകും. അങ്ങനെ നമ്മൾ എല്ലാ ഞണ്ടിനെയും ഉരച്ച് അതിൻ്റെ ഷെല്ലൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് പൊളിക്കാം. ഈ ഷെല്ല് പതിയെ അങ്ങോട്ട് പൊളിച്ചെടുക്കുക. ഈ സംഭവം ഞണ്ടിൻ്റെ ഒരു വേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലൂടെ ഇരിക്കട്ടെ. അടുത്ത ഞണ്ടിനെ നമ്മളെടുത്തിട്ട് പൊളിക്കണം. ഈ ഷെല്ലാം അങ്ങോട്ട് പൊളിച്ച് കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡും കൂടി ഒന്ന് ഉരച്ച് കഴുകണം. ഇതൊക്കെ ഇവിടെയും കൂടി അഴുക്ക് വരുന്നുണ്ട്. സംഭവം നമ്മളിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കഴുകാൻ അങ്ങോട്ട്. അപ്പോൾ ഒരു വട്ടം നമ്മൾ കഴുകി 2-3 വട്ടം കഴുകുക എന്നുള്ളതാണ്. ഇനി നമ്മളിതിൻ്റെ കാലും അതുപോലെ തന്നെ ഇതിൻ്റെ മാംസമൊക്കെ ഒന്ന് 2 പീസാക്കാൻ പോണേണ്. ഇവിടെ മാംസമാണ് നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന രീതിയിലാണ് വെക്കാൻ പോണത്. ഇതിൻ്റെ വലിയ കാലുണ്ടല്ലോ, ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മസാലയൊക്കെ ഇതിൻ്റെ അകത്തേക്കൊന്ന് കേറാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ഒരു ചെറിയ പണി.
ഇവിടെ നമ്മൾ ഞണ്ട് കഴുകി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ വേപ്പിലയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നമ്മൾ താളിക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഒലത്താൻ നേരത്തൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരല്പം പച്ചമുളക് അങ്ങോട്ട് പൊളിച്ചവിടെ ഇട്ട് കൊടുക്കണം. അവനും കിടക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കുന്നില്ല, ഒരല്പം വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. ഞണ്ടിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് വേവിച്ചെടുക്കാം. നമുക്ക് അടുപ്പിൽ നമ്മൾ വിറകൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കർപ്പൂരം ഇട്ട് കൊടുക്കുന്നതാണ്. കർപ്പൂരം വെച്ചാൽ പെട്ടെന്ന് തീ പിടിച്ച് കിട്ടും എന്നുള്ളതാണ്. ഇതിലേക്ക് നമ്മുടെ ഞണ്ടിന് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നതാണ്. ഇനി ഈ സംഭവം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൂട്ടണം. ഇനി നമുക്ക് അങ്ങോട്ട് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കാം. നമ്മളിവിടെ ഏതാണ്ട് ഒരു കിലോത്തോളം ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം. സാധാരണ ഞണ്ട് ചെയ്യുന്നത് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും സവാളയും അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മുരിയിച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഞണ്ടങ്ങോട്ട് ഇട്ട് കൊടുത്ത് താളിച്ചൊക്കെയാണ് എടുക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഉള്ളി അതുപോലെ തന്നെ മുളകും കൂടി ചതച്ചിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കില്ലേ, ആ രീതിയിലൊരു മസാല ഉണ്ടാക്കിയിട്ടാണ് ഞണ്ട് ചെയ്യുന്നത്. ഇതിൽ മല്ലിപ്പൊടി ഇടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗരം മസാല ഉപയോഗിക്കുന്നില്ല, പുളി ഉപയോഗിക്കുന്നില്ല. ഈ ഉള്ളിയും അതുപോലെ തന്നെ മുളകും കൂടി ചതച്ചെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സാധാരണ വീട്ടിൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ തക്കാളിയും അതുപോലെ തന്നെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി കളർ കിട്ടും. പക്ഷേ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അടിപൊളിയായിട്ടില്ലേ? അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്കിത് ഇറക്കി അങ്ങോട്ട് വെക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കുന്നതാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മളൊരല്പം ഉപ്പിട്ട് കൊടുക്കാൻ പോണേണ്. ഞണ്ടിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ എണ്ണയൊക്കെ ഒരല്പം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ഇടിച്ച മുളകുണ്ടല്ല, അവനങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. കാരണം മസാലയും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ മസാല സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി ഒരു അല്പം ഇട്ട് കൊടുക്കുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ സംഗതി വാട്ടാക്കുന്ന സാധനം. നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ പുഴുങ്ങി വെച്ച ഞണ്ടിനങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോണേ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടി അവിടെ തൂക്കി കൊടുക്കണം.
കുരുമുളക് കൂടി അവസാനം ഇടാൻ പാടില്ല, എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പം അധികം മസാലയൊന്നും നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതിന് വേറൊരു രുചിയാണ്, അല്ലെങ്കിൽ വേറൊരു സ്വാദാണ്. ഒരുപാട് തീർന്ന കേട്ടോ. ഇതിനകത്തേക്ക് ഒരല്പം വേപ്പില കൂടി ഇട്ടാൽ റെഡി. ഞങ്ങൾ ഒരു പ്ലേറ്റിനകത്തേക്കൊന്ന് എടുത്ത് മാറ്റണേണ്. ഇപ്പം ഞാനും ബിജുവും കൂടിയാണ് ഇതൊന്ന് കഴിച്ച് നോക്കാൻ, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണത്. ഇത് കഴിച്ചാൽ എങ്ങനെയുണ്ടെന്ന് നോക്കി ഒരു പീസ് എടുത്ത് അങ്ങോട്ട് പടച്ചാങ്ങോട്ട് നീ ഒരു കാല് കണ്ടെടുത്ത് കീറിക്കും. നീ വലിയ പീസ് എടുക്കേണ്ട കഥയാ ഇത്. വലിയ ആരാണ്ടും പറഞ്ഞ കഥയായി പോയല്ല. ഒന്നും പറയാനില്ല കേട്ടോ. കാരണം നമ്മൾ ഈ മസാലപ്പൊടിയൊക്കെ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഗരം മസാല, മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോൾ ഞണ്ടിൻ്റെ ഒരു മാംസത്തിന് വേറൊരു ടേസ്റ്റിലേക്ക് പോകും. അത് മോശമെന്നല്ല പറയുന്നത്, ഇതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. ബിജു ഒരു കാലെടുത്ത് പഠിച്ചേ. കൊള്ളാം, സൂപ്പർ, അടിപൊളിയല്ലേ? അടിപൊളി. സമ്മതി. ബിജു അംഗീകരിച്ചു തരൂല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടിപൊളിയാ. ആദ്യം നമ്മളൊരു കാല് കഴിച്ചപ്പോൾ തന്നെ കിളി നൊത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഒരു മാംസം ഒന്ന് കഴിച്ചു നോക്കുന്നതാണ്. ഞണ്ടിനൊരു അസാമാന്യ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഒന്നും പറയാൻ. കാരണം ഞണ്ട് എങ്ങനെ വെച്ചാലും രസമായിരിക്കും. ഇതെന്ന് വെച്ചാൽ നമ്മൾ അധികം മസാലയൊന്നും ഇടാത്തത് കൊണ്ട് ആ മാംസത്തിൻ്റെ രുചി കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല ടൈപ്പിലും നമ്മൾ ഞണ്ട് കറി വെക്കാറുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു രീതിയും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വെക്കുന്ന ഒരു രീതിയാണ്, എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ നമ്മുടെ അമ്മച്ചി വെക്കുന്ന രീതിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേ